നമസ്കാരം. MSFന്റെ വർഗീയത തുറന്നു കാട്ടിക്കൊണ്ട് SFI നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ പോരാട്ടത്തെ വർഗീയത കൊണ്ട് തന്നെ നേരിടാൻ കളത്തിലിറങ്ങുകയാണ് MSF. SFI പറഞ്ഞതൊക്കെ ശരിയാണെന്നും ഞങ്ങൾ വർഗീയത തുപ്പുന്നവരാണെന്നും ഞങ്ങൾ വർഗീയത കൊണ്ട് ജീവിക്കുന്നവരാണെന്നും MSF തെളിയിക്കുകയാണ്. ഇന്നലെ റുമൈസ എന്ന് പറയുന്ന ഇവരുടെ ഒരു വനിതാ നേതാവ് നടത്തിയ ഒരു പ്രതികരണം ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന 1.5 മീറ്റർ തട്ടവും എന്റെ മുസ്ലിം പേരുമാണ് SFIയെ അലോസരപ്പെടുത്തുന്നത്. MSFന്റെ സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖ് നടത്തിയ ഒരു പ്രതികരണമാണ്. എന്തായാലും ഈ പ്രതികരണം ഒരേ ഒരു ചാനൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ആ ചാനൽ ആരും മറന്നു പോകണ്ട. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ വണ്ണാണ് ഈ വാർത്ത ഇന്നലെ ടെലികാസ്റ്റ് ചെയ്തത്. മറ്റുള്ള മാധ്യമങ്ങൾ എന്തായാലും ആ വാർത്ത കൊടുത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, അവർ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് വർഗീയതയാണ് എന്ന് മറ്റുള്ള മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. SFI മുന്നോട്ട് വെച്ച SFI MSFനെതിരെ പറഞ്ഞ ആ വിഷയങ്ങളിൽ ഒരു വ്യക്തമായ പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ, തങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ വർഗീയ പരാമർശവുമായിട്ട് ഈ ഒരു വനിതാ നേതാവ് വന്നത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ. അതായത് ഈ MSFലുള്ളത് ആരൊക്കെയാണ്? ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരും അങ്ങനെയുള്ള ആളുകളും ഒക്കെയാണ് പൊതുവെ ഈ ഒരു ആ പാർട്ടിയിലുള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത്? അത് തുറന്നു പറയുമ്പോൾ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SFI അതിശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ, നോക്കൂ, ഞങ്ങൾ SFI ഉന്നയിച്ചതുപോലെ തന്നെ വർഗീയവാദികളാണെന്ന് റുമൈസ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെളിയിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ഒരു കാർഡാക്കിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ മീഡിയ വണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു ചൊറിച്ചൽ തന്നെ നിങ്ങൾക്കെന്ന് പറയാതെ വയ്യ കേട്ടോ. അതായത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ നിലപാട് തകർക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കുക എന്ന് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ഇത്തരം ചില വിത്തുകളെയൊക്കെ ഇറക്കിക്കൊണ്ട് ഇവിടെ അവരുടെ ആ ഒരു വിത്ത് പാകിക്കൊണ്ട് അതിവിടെ മുളപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും അത് മുളയിലേ നുള്ളിയിരിക്കുന്നു. എന്തായാലും ആ വിഷയത്തിൽ SFIയുടെ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും സഞ്ജീവിന്റെ പ്രതികരണവും അതുപോലെ തന്നെ ശിവപ്രസാദിന്റെ പ്രതികരണവും ഒക്കെ വന്നിട്ടുണ്ട്. ശിവപ്രസാദിന്റെ പ്രതികരണം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഇരുട്ടുമുറിയിലെ ചർച്ച ശീലമില്ലാത്തത് കൊണ്ടും നേർക്കുനേർ രാഷ്ട്രീയം പറഞ്ഞാണ് രീതി എന്നതുകൊണ്ടും നമുക്ക് കുറച്ച് രാഷ്ട്രീയം പറയാം. മീഡിയ വൺ ഉൾപ്പെടെയുള്ള വംശീയവാദ ചാപ്പകുത്തികൾ പ്രത്യേകം കേൾക്കണം. ബിപിൻ ചന്ദ്ര ഉൾപ്പെടെയുള്ള 5 ചരിത്രകാരന്മാർ തയ്യാറാക്കിയ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ 398 പേജിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിസം എന്ന തലവാചകത്തിൽ എങ്ങനെയാണ് വർഗീയത വികാസം പ്രാപിക്കുന്നതെന്ന് വിശദീകരിക്കുന്നു. വർഗീയതയുടെ 3 വികാസ ഘട്ടങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഒരേ മതത്തിൽ ഉൾപ്പെട്ടവർക്ക് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സമാനമായ താല്പര്യമാണ് എന്ന ചിന്തയും ബോധ്യവും ഉണ്ടാകുന്നു എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. ഇതിൽ നിന്ന് രാഷ്ട്രീയ സംഘടനകൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാവുന്നു. ഇത് വർഗീയതയിലേക്കുള്ള ഒന്നാമത്തെ അടിത്തറയാവുന്നു. ഒരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ വർഗീയ ആശയങ്ങളിലേക്കുള്ള പാത ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. രണ്ടാം ഘട്ടം എന്നത് വിവിധ മതങ്ങളുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഒരു മതസമൂഹത്തിന്റെ താല്പര്യം മറ്റൊരു മതസമൂഹത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തവും ഭിന്നതയുള്ളതുമാണെന്ന ചിന്ത ഈ രാഷ്ട്രീയ സംഘടനയ്ക്കോ വ്യക്തിക്കോ ഉണ്ടാവുന്നതാണ്. ഈ ഘട്ടത്തെ ലിബറൽ കമ്മ്യൂണിസം എന്ന് വിശേഷിപ്പിക്കാം. ഏറ്റവും അപകടകരമായ ഘട്ടം 3-ാം ഘട്ടമാണ്. ഒരു മതത്തിന്റെ താല്പര്യങ്ങളും ആശയങ്ങളും മറ്റൊരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കും ആശയങ്ങൾക്കും നേരെ ഘടകവിരുദ്ധമാണെന്നും എതിർക്കപ്പെടേണ്ടതാണെന്നും ഒത്തുചേർന്ന് പോവാത്തതാണെന്നും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ സംഘടനയോ വ്യക്തിയോ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ഘട്ടമാണ്. ഇത് തീവ്ര വർഗീയവാദമായും വംശീയ വിദ്വേഷമായും വർഗീയ കലാപമായും രൂപപ്പെടുന്നു. ഇത് തിയറിയാണ്. ചരിത്രകാരന്മാർ വിശദ പഠനങ്ങളിലൂടെ നടത്തിയ നിരീക്ഷണം. ഇനി വർത്തമാനകാല ഇന്ത്യയിലേക്ക് നോക്കാം. സംഘപരിവാർ ഹിന്ദുത്വ വർഗീയതയുടെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ പറ്റുന്നതെല്ലാം ചെയ്യുകയാണ്. ഇതിനെ എങ്ങനെ നാം നേരിടും? അടിവരയിട്ട് പറയട്ടെ, ഒരു വർഗീയവാദത്തെ മറ്റൊരു വർഗീയവാദം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല. എല്ലാ വർഗീയവാദികളും പരസ്പരം വെള്ളവും വളവും നൽകി സഹായിച്ച് തഴച്ചു വളരുന്നവരാണ്. അവിടെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിയാണ്. അതിനിന്ന് ഇന്ത്യയിൽ ആർക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നതാണ് ചോദ്യം. അവിടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉയർത്തുന്നവർ ഉൾപ്പെടെ മതനിരപേക്ഷത ഉയർത്തി എല്ലാ മതനിരപേക്ഷവാദികളുമായി ചേരുകയാണ് വേണ്ടത്. അതിന് പകരം മറ്റൊരു വർഗീയ ആശയത്തെ ചാരി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് പോയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. വർഗീയ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ചാരിയാൽ അത് വർഗീയതയ്ക്കൊപ്പം ചേരൽ തന്നെയാണ്. വർഗീയതയിൽ
ജനിച്ച വർഗീയവാദിയായി എന്ന് തന്നെയാണ്. ഇത് രാഷ്ട്രീയമായ വിമർശനമാണ്, വംശീയമാണ് എന്ന് പ്രതിരോധിക്കാൻ എത്ര ശ്രമിച്ചാലും ഈ രാഷ്ട്രീയ വസ്തുത നിലനിൽക്കുക തന്നെ ചെയ്യും. തിരുത്തലാണ് വേണ്ടത്, ചാപ്പകുത്തലല്ല. വർഗീയതയെ പുറന്തള്ളി കൂടെ കൂടിയവരെ ആട്ടിയോടിച്ച് മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ ഒളിച്ചോടി മതത്തെ കൂട്ടുപിടിച്ച് വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എല്ലാ വർഗീയവാദികൾക്കുമെതിരെ ശക്തമായ വിമർശനവും ആശയപരമായ പോരാട്ടവും തുടരും. മതനിരപേക്ഷ കലാലയങ്ങൾക്കായി വിദ്യാർത്ഥികളെ നമുക്ക് ഒന്നിക്കാം. വർഗീയതയോട് നോ കോംപ്രമൈസ്. അപ്പോൾ കാണാം മീഡിയ 1 TV ക്ലാരിറ്റി കുറച്ച് കൂടും എന്നാണ് SFIയുടെ ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ സഞ്ജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം. മൗദൂദി ചാനലിന്റെ ഒട്ടും ഫോക്കസ്ഡ് അല്ലാത്ത ഔട്ട് ഓഫ് ഫോക്കസുകാരെ രാഷ്ട്രീയമായി ഞങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങളെ വംശീയ വർഗീയ സംഘിച്ചാപ്പ അടിച്ച് നിശബ്ദരാക്കാമെന്ന് കരുതണ്ട. എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മൗദൂദി ചാനലിന്റെ ഉപദേശം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. MSF സംസ്ഥാന പ്രസിഡന്റ് മൗദൂദിസ്റ്റ് ജിഹ്വ ആകുന്നു. അവരുടെ ഭൗതിക നേതൃത്വമായി ജമാഅത്ത് ഇസ്ലാമി മാറുന്നു എന്ന വിമർശനം നിലനിൽക്കുക തന്നെ ചെയ്യും. സ്വത്ത് രാഷ്ട്രീയം എന്ന ലേബലിൽ സാമുദായിക ധ്രുവീകരണം കൊണ്ട് നേരിടാൻ ഒരുമ്പെട്ടാൽ ക്യാമ്പസ് മതനിരപേക്ഷതയുടെ ഭാവി എന്താകും? സ്വത്വം എന്ന് ആവർത്തിക്കുമ്പോഴും ഇന്ന് കേരളത്തിൽ MSF മുന്നോട്ട് വെക്കുന്ന സ്വത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സംഘപരിവാറിനെതിരെ ഈ സ്വയം പ്രഖ്യാപിത സ്വത്വവാദികൾ സമര രംഗത്തുണ്ടോ? ഈ സ്വത്വവാദ സങ്കല്പത്തെ മതരാഷ്ട്രവാദികൾ ഇന്ന് കീഴ്പ്പെടുത്തി എന്നാണ് സത്യം. സമാനമായി മറ്റു മത വിഭാഗങ്ങളും മതം പറഞ്ഞ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വന്നാൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി അത് മാറും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവർ ഉയർത്തുന്ന ഈ വിഭജന രാഷ്ട്രീയം സംഘപരിവാറിന് സഹായകമാകും. ഈ വർഗീയ രാഷ്ട്രീയത്തെ തുറന്ന് എതിർക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് എന്തായാലും സഞ്ജീവും പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും MSF മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വർഗീയ പരാമർശത്തെ വലിയ തോതിൽ തന്നെ എതിർക്കേണ്ടതുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. എന്തായാലും റുമൈസയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു നാടാണ്. ഇവിടെ നിങ്ങളുടെ വിത്തൊന്നും ഒരു രീതിയിലും വളരാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെ ആരെയും ഒരു രീതിയിലും മതത്തിന്റെ പേരിൽ കടന്നാക്രമണം നടത്തുന്നില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയത മുന്നോട്ടേക്ക് എടുത്തു വെച്ചുകൊണ്ട് വർഗീയത തുപ്പിക്കൊണ്ട് നേരിടാൻ ഇറങ്ങുന്ന രാഷ്ട്രീയം തീർത്തും അപകടകരമാണ്. അത് തീർത്തും മോശമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പണി എന്താന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. ജനം ചാനലിന്റെ മറ്റൊരു വേർഷനാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എന്തായാലും SFIയുടെ ചുണക്കുട്ടന്മാർ വർഗീയതക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടരുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയുണ്ട്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് എക്കാലത്തും ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.